ഹലോ നമസ്കാരം. സെപ്പേ കൊണ്ട് ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നു എന്നതുകൊണ്ട് ഞാനിവിടെ ഒരു ഇൻ്റർനാഷണൽ വാലറ്റിൻ്റെ വീഡിയോ ആണ് ഉണ്ടാക്കാൻ കരുതിയിരിക്കുന്നത്. ഇവിടെ സ്ക്രിൽ എന്നാണ് എൻ്റെ സൈറ്റിൻ്റെ പേര്. അവിടെ ജിമെയിൽ അഡ്രസ്സ് അടിക്കുക. അതിനുശേഷം പാസ്വേഡ് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജ് പേഴ്സണൽ ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ ഏതാണോ കറൻസി അത് കൊടുക്കുക. ദെൻ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ വേണമെങ്കിൽ ഒക്കേഷണൽ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയും ടിക്ക് കൊടുക്കുക. ദെൻ ഓപ്പൺ അക്കൗണ്ട് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടു ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ ആയിട്ട് നമുക്കൊരു ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് പിന്നോ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററോ സെറ്റ് ചെയ്യാം. അതിനുശേഷം അക്കൗണ്ട് ഓപ്പൺ ആകും. അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കാർഡ്സ് ആൻഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് ചോദിക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. ഈ ബാങ്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്വിഫ്റ്റ് കീ. അത് നമ്മൾ നമ്മുടെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതാണ് അതുമായി ബന്ധപ്പെട്ടാൽ. അതിനുശേഷം അതെല്ലാം പ്രൊവൈഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ദെൻ നമ്മൾ വിഡ്രോ ചെയ്യൽ നമുക്ക് ബാങ്കിലേക്ക് വേണമെങ്കിൽ ബാങ്കിലേക്ക് ചെയ്യാം, അല്ലെങ്കിൽ കാർഡിലേക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വിഡ്രോയിലുണ്ട്. പിന്നെ മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്ക്രില്ലാണ്. ഇതുപോലെ തന്നെ ന്യൂ സ്ക്രിൽ തന്നെ അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മൈ ന്യൂ അക്കൗണ്ട് എന്ന്. ആ മൈ ന്യൂ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് സെറ്റിങ്സിൽ വേരിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. വേരിഫിക്കേഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവർ പറയുന്ന വേരിഫിക്കേഷൻ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ 2-3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുക. ബിറ്റ്പേയിൽ എങ്ങനെ BTC ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബിറ്റ്പേയിൽ ഫണ്ടായി കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഇതിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് INRൽ വരും. INRൽ വന്നു കഴിഞ്ഞാൽ വിഡ്രോവൽ ഓപ്ഷൻസ്, വിഡ്രോവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണുന്നതാണ്. വിഡ്രോവൽ നമുക്ക് കാർഡ് പ്രൊവൈഡ് ചെയ്യാം. കാർഡ് ഡീറ്റെയിൽസ് നമ്മുടെ ഫണ്ട് ആദ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോവൽ ഓപ്ഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡിലേക്ക് സ്പോട്ടിൽ തന്നെ ഫണ്ട് കയറുന്നതാണ്. ബിറ്റ്പേയുടെ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വേരിഫിക്കേഷൻ എല്ലാവരും കറക്റ്റായി തന്നെ പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ്. വേരിഫിക്കേഷൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവണമെങ്കിൽ ഒരു 2-3 ദിവസം അവർ പറയുന്നുണ്ട്. അത് നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ നമുക്ക് വിഡ്രോവൽ കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ ലിമിറ്റ് ഉണ്ടായിരിക്കും എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ ബിറ്റ്കോയിൻ ആയിട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ബിറ്റ്കോയിൻ നേരിട്ട് അവരൊരു ഇൻവോയ്സ് ആയിട്ടാണ് നമുക്ക് തരിക. ബിറ്റ്പേ വെരിഫിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ നമുക്ക് കാണുന്നതാണ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.